ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. മോർണിംഗ് ചെയ്യുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നൈറ്റ് ചെയ്യുന്നത് എന്ന് പറയാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ, ഈ നിങ്ങളുടെ പിമ്പിൾസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ പിമ്പിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും വെളുത്ത് ഉള്ള സ്കിന്നിൻ്റെ കളർ ടെക്സ്ചർ മാറ്റാനോ വേണ്ടിയല്ല നമ്മൾ സ്കിൻ കെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾ ആദ്യം ആ ഒരു സത്യം മനസ്സിലാക്കാം. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ഡയറീസ്. അപ്പോൾ ഇപ്പോൾ സമയം രാത്രി 7 മണി കഴിഞ്ഞു. ഞാനപ്പോൾ കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ രാത്രി സമയത്തല്ലേ? പേടിക്കണ്ട, ഇന്ന് ഞാൻ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനെ പറ്റി പറയാനാണ് വന്നിട്ടുള്ളത്. നമ്മൾ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീന് ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് നൈറ്റ് സ്കിൻ കെയർ. അത് മോർണിംഗ് സ്കിൻ കെയർ മിസ് ചെയ്താലും നൈറ്റ് സ്കിൻ കെയർ ഒരിക്കലും മിസ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് നൈറ്റ് സ്കിൻ കെയർ. അഥവാ നിങ്ങൾ മോർണിംഗ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, നൈറ്റ് നിങ്ങൾ മിസ് ചെയ്യാതിരിക്കാം. കാരണം ഒരുപാടുണ്ട്. നൈറ്റ് ആവുമ്പോൾ നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോയിട്ട് ഫുൾ മേക്കപ്പോടൊക്കെ വന്ന് ചിലപ്പോൾ നൈറ്റ് 12 മണിക്ക് 1 മണിക്കൊക്കെ വന്നിട്ട് എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് പേരുണ്ട് കുളിക്കാതെ, അതായത് മേക്കപ്പൊക്കെ ഇട്ട് പോയിട്ട് നല്ല ടയർഡായിട്ട് നേരെ വന്ന് കിടന്നുറങ്ങുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. എത്ര വൈകിയാലും നിങ്ങൾ മേക്കപ്പ് റിമൂവ് ചെയ്യണം നൈറ്റ്. മോർണിംഗ് ചെയ്യുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നൈറ്റ് ചെയ്യുന്നത് എന്ന് പറയാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ, ഈ നിങ്ങളുടെ പിമ്പിൾസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ പിമ്പിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ബ്ലെമിഷസ്, റിങ്കിൾസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ റെഡ്യൂസ് ചെയ്യാനൊക്കെ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ, ആക്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ഏറ്റവും നല്ല ടൈം എന്ന് പറഞ്ഞാൽ നൈറ്റാണ്. അപ്പോൾ ഈ നൈറ്റ് സ്കിൻ കെയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡിക്ക് കൂടുതലും ഹെൽപ്പ് ആവുന്നത്. കാരണം നമ്മൾ നൈറ്റ് ചിലപ്പോൾ സ്കിൻ കെയർ ചെയ്ത ശേഷം നമ്മൾ ആഫ്റ്റർ ബാത്തിങ് നമ്മൾ കുളിച്ചൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ സ്കിൻ കെയർ ചെയ്തിട്ട് നമ്മൾ റെസ്റ്റിലാണ് ശരിക്കും പറഞ്ഞത്. നമ്മൾ നൈറ്റ് വേറെ ഒന്നും ചെയ്യുന്നില്ല. ഉറങ്ങുന്ന ടൈം തൊട്ട് രാവിലെ വരെ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഫേസ് നന്നായിട്ട് റെസ്റ്റിലാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ സ്കിന്നിൽ സ്കിൻ കെയർ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ മോർണിംഗ് ചെയ്യുന്നതിനേക്കാൾ എഫക്റ്റീവ് ആവും എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം, മോർണിംഗ് സ്കിൻ കെയർ മിസ് ചെയ്താലും നൈറ്റ് സ്കിൻ കെയർ മിസ് ചെയ്യരുത്. അപ്പോൾ ഇന്ന് അധികം വിശദീകരിക്കുന്നില്ല, എൻ്റെ സ്കിൻ കെയറിലേക്ക് കിടക്കാം. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ക്ലെൻസ് ചെയ്യും. ഞാനിവിടെ എടുക്കുന്നത് സെറ്റാഫിലിൻ്റെ ക്ലെൻസറാണ്. ക്ലെൻസർ അല്ലെങ്കിൽ ഫേസ് വാഷ് ആണ്. ഫേസ് വാഷ് ഇപ്പം എൻ്റെ കയ്യിലില്ല, ഞാൻ ഇന്ന് അവിടെ നിന്ന് കൊണ്ടുവന്നില്ല. അപ്പം ക്ലെൻസർ ഇതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനിലും ഞാൻ എൻ്റെ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്കാണെങ്കിൽ നിങ്ങൾ അതിൽ കയറി നോക്കാം. സെക്കൻഡ് വൺ ടോണറാണ്. ഈ ടോണർ ഞാൻ മിനിമലിസ്റ്റ് ടോണറാണ് യൂസ് ചെയ്യുന്നത്. ഇത് വീക്ക്ലി ടോയ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വീക്ക്ലി ടോയ്സ് ഓർ ട്രൈസ് ഡെയിലി യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ടോണർ. പക്ഷെ ഞാൻ ടോണർ അങ്ങനെ ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാറില്ല. ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 മന്ത് ആവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുമുതൽ ഞാൻ അധികം ടോണർ ഡെയിലി ഒന്നും യൂസ് ചെയ്യാറില്ല. വീക്കിലി ഒരു 2 തവണ യൂസ് ചെയ്യും. അപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വീക്കിലി 2 തവണ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യുന്ന സമയത്ത് രാവിലെയും നൈറ്റും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അല്ലാത്ത പക്ഷമാണെങ്കിൽ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നേരം യൂസ് ചെയ്താൽ മതി. ടോണർ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ വീക്കിലി ട്വൈസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിത് യൂസ് ചെയ്ത് കാണിക്കുന്നില്ല, കാരണം ഞാൻ ഇന്ന് മോർണിംഗ് ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഫേസ് സെറാണ്. ഡെർംഡോക്കിൻ്റെ ഫേസ് സെറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലെൻസ് ചെയ്യും. ക്ലെൻസ് ചെയ്ത് ഞാൻ പറഞ്ഞു ടോണർ ഞാൻ വീക്കിലി അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ. ടോണർ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അത് നിങ്ങൾ നോക്കാം. ഡെയിലി യൂസ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് സെറ യൂസ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഇത് ഡെർംഡോക്കിൻ്റെ സെറാണ്. ഡെർംഡോക്കിൻ്റെ സെറ നമുക്ക് എന്ത് ചെയ്യാം, ഡെയിലി തന്നെ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ആദ്യമൊക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് എമൗണ്ടിൽ യൂസ് ചെയ്ത് ശീലിക്കണം. അതിനുശേഷം എന്ത് ചെയ്യാം, നിങ്ങൾ ഡെയിലി തന്നെ ഡെർംഡോക്കിൻ്റെ ഫേസ് സെറം യൂസ് ചെയ്യും. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക്, 2 നേരം യൂസ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് പെട്ടെന്ന് തന്നെ കാണാൻ വേണ്ടി പറ്റും സ്കിന്നിന്. ഓക്കെ, അപ്പോൾ സെറാണ്. സെറ യൂസ് ചെയ്തു. ഓക്കെ, സെറം യൂസ് ചെയ്ത ശേഷം സെറ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യും. ടോണറിനേക്കാൾ എനിക്ക് തോന്നിയത് വേഗത്തിൽ അബ്സോർബ് ചെയ്യുന്ന സെറാണ്. ഡ്രൈ ആയി ഇത് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മോയ്സ്ചറൈസർ. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഡോക്ടർ ഷെത്തിൻ്റെ മോയ്സ്ചറൈസർ ആണ്. ഓക്കെ, ഞാൻ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്. അപ്പോൾ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് സെയിം പ്രൊഡക്ട്സ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക മാക്സിമം.
അഥവാ നിങ്ങൾക്കത് പറ്റുന്നില്ല എങ്കിൽ മാത്രമേ നിങ്ങൾ പ്രൊഡക്ട്സ് ചേഞ്ച് ചെയ്യാവൂ. അല്ലെങ്കിൽ നിങ്ങളത് സ്കിന്നിന് പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ പിമ്പിൾസ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് അത് ഒരിക്കലും നിങ്ങൾ മാറ്റണം. ഓക്കെ, അപ്പോൾ മോയ്സ്ചറൈസർ മോയ്സ്ചറൈസർ കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻ. പക്ഷെ നമ്മൾക്ക് നൈറ്റ് സൺസ്ക്രീൻ വേണ്ട. അപ്പോൾ മോർണിംഗ് സ്കിൻ കെയർ എന്ന് എനിക്ക് നൈറ്റ് സ്കിൻ കെയറിലേക്ക് വരുമ്പോൾ ആകെ ഉള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ നൈറ്റ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമാണ്. ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ. ബാക്കി ലിപ് ബാം യൂസ് ചെയ്യും നൈറ്റ്. അതുപോലെ ലിപ് ബാം യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കൈ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് സെയിം നമ്മൾ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്ത് ക്രീം അപ്ലൈ ചെയ്ത കൈ കൊണ്ട് ഡയറക്റ്റ് ലിപ് ബാം ചെയ്യരുത്. അപ്പോൾ കൈ വാഷ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, കുറച്ച് എമൗണ്ട് എടുക്കും. അപ്പോൾ ലിപ് ബാം യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കീയുടെ സ്കിൻ കെയർ ലിപ് പ്ലംബിംഗ് മാസ്ക് വൈറ്റമിൻ C+E ആണ്. അതുപോലെ തന്നെ ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു ലിപ് ബാം ലിപ് മാസ്ക് ആയിട്ടും നൈറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നിയത് മോർണിംഗിനേക്കാൾ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് നൈറ്റ് ആണ് കേട്ടോ. നിങ്ങൾ ലിപ് ബാം ഇപ്പോൾ വാഷ് ചെയ്ത് നമ്മൾ എന്താ പറയണ്ടേ, കുളിച്ച് കഴിഞ്ഞിട്ട് 7 മണിക്കൊക്കെ കുളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിപ് ബാം ഇപ്പോൾ അപ്ലൈ ചെയ്യണമെന്നില്ല. എപ്പോഴാണോ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നത് ആ ടൈമിൽ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പം ഞാൻ ടൈം 7 മണി ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് സ്കിൻ കെയർ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്തത്. മാക്സിമം നിങ്ങൾ നൈറ്റ് ലിപ് ബാം യൂസ് ചെയ്ത് നൈറ്റ് ഉറങ്ങുന്നതിന് മുന്നേ ലിപ് ബാം യൂസ് ചെയ്തിട്ട് ശീലിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ വലിയ ഒരുപാടൊന്നുമില്ല, ഇതന്നെയാണ്. ഞാൻ എന്താണോ മോർണിംഗ് ചെയ്യുന്നത് അത് തന്നെയാണ് നൈറ്റ് ചെയ്യുന്നത്. അതിലൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ടോണർ കാര്യങ്ങളൊക്കെ ഞാൻ വീക്കിലി 2 days ഒക്കെ യൂസ് ചെയ്യാറുള്ളൂ എന്നുള്ളതാണ്. സെയിം പ്രൊഡക്ട്സ് തന്നെയാണ്. അപ്പോൾ ഇപ്പം ഞാനിത് കുറച്ച് കാലങ്ങളായി എൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ സെയിം ആണ്, ഞാൻ ചേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല അധികം. നമ്മൾ അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് വാഷ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. കാരണം നമ്മൾ വാഷ് ചെയ്ത് കളയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ സ്കിൻ കെയറിന് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾ ചേഞ്ച് ചെയ്യാതെ മാക്സിമം സെയിം പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്തിട്ട് ശീലിക്കാം. പിന്നെ ഇതിൽ പറയാനുള്ളത് മെയിൻ കാരണം എന്ന് വെച്ചാൽ കുറേ പേരുടെ ഡൗട്ടാണ്. എൻ്റെ ഇടയിൽ തന്നെ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ റിലേറ്റീവ്സിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് ആൾക്കാർക്കുള്ള ഡൗട്ടാണ്, എന്താണ് സ്കിൻ കെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്കിന്നിന് ചിലർ വിചാരിക്കുന്നുണ്ട്, എടാ വെളുക്കാൻ വേണ്ടിയിട്ടാണോ നീ സ്കിൻ കെയർ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി വെളുത്തിട്ടുള്ളവർ നന്നായിട്ട് വെളുക്കാൻ വേണ്ടിയിട്ട് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. എല്ലാവരുടെ വിചാരമാണ് നമ്മൾ നല്ല സ്കിന്ന് നല്ല വെളുത്തിട്ടോട് നന്ന മേക്കപ്പ് ഇട്ടവർ നല്ല വെളുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കറുത്ത ആളെ വെളുപ്പിക്കാനുള്ള വലിയ സ്കിൻ കെയർ ഉണ്ടോ, അത് യൂസ് ചെയ്താൽ വെളുക്കാൻ പറ്റുമോ. ശരിക്കും ഇതൊക്കെ നിങ്ങളുടെ ഒരു എന്താ പറയുക മിഥ്യാധാരണകളാണ്. ഒരിക്കലും സ്കിൻ കെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന ആ ഒരു പേരിൽ തന്നെയുണ്ട്, സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ്, അല്ലാതെ സ്കിൻ ബ്രൈറ്റനിങ് പ്രൊഡക്ട്സ് അല്ല. സ്കിൻ ബ്രൈറ്റനിങ് പ്രൊഡക്ട്സ് വേറെ ഉണ്ടാവും. കെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം നമ്മുടെ സ്കിന്നിലുള്ള ഫീച്ചേഴ്സ് നമ്മളത് അതുപോലെ തന്നെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് നമ്മളെ പിമ്പിൾസ് കാര്യങ്ങളൊന്നും വരാതെ വെളുത്ത് ഉള്ള സ്കിന്നിൻ്റെ കളർ ടെക്സ്ചർ മാറ്റാനോ വേണ്ടിയല്ല നമ്മൾ സ്കിൻ കെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾ ആദ്യം ആ ഒരു സത്യം മനസ്സിലാക്കാം. ചിലർക്ക് പക്ഷേ ഈ ഒരു പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത് കാരണം ഈ ഡാർക്ക് സ്പോട്ട്സും റിങ്കിൾസും കാര്യങ്ങളൊന്നും ഇല്ലാതെ സ്കിൻ കുറച്ച് ബ്രൈറ്റൻ ആവാം. അത് ഈ ഒരു പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കാരണം ഇപ്പം ചിലർക്ക് നമ്മൾ സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പം അത് ചിലപ്പോൾ ചെയ്യുന്നത് കൊണ്ട് സ്കിന്നൊന്ന് ബ്രൈറ്റനിങ് ആവാം, അല്ലാതെ നമ്മൾ ഉള്ള സ്കിന്നെ നന്നായിട്ട് വെളുപ്പിക്കാനൊന്നും ഈ ഒരു പ്രൊഡക്ട്സ് കൊണ്ട് പറ്റില്ല. ഓക്കെ, അപ്പം നമ്മൾ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം കിട്ടും. വേറൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.